മാത്യു ആണ്. ശ്രീ കമൻ മാത്യു, താങ്കൾ എങ്ങനെയാണ് ഈ KPCCയുടെ ജംബോ പട്ടികയെ കാണുന്നത്? കിരണ് ദീപാവലി ആശംസകൾ. ഓക്കെ, എല്ലാവർക്കും ദീപാവലി ആശംസകൾ. പറഞ്ഞോളൂ. നമ്മുടെ ന്യൂസ് 18 എല്ലാ പ്രേക്ഷകർക്കും കേട്ടോ. ശരി, ഓക്കെ. ഇനിയിപ്പോ 2 ദിവസം നമ്മളൊന്നും കാണത്തില്ല, അതുകൊണ്ടാ. ഓക്കെ, എന്ത് പറ്റി? 2 ദിവസം ഇല്ലേ? ഇനിയിപ്പോ ദീപാവലി ഇല്ലേ, ആൾക്കാർക്ക് ബോണസ് ഒക്കെ കൊടുത്ത് നമുക്കൊന്ന് ദീപാവലി ആഘോഷിക്കണ്ടേ? ശരി, ഓക്കെ. എന്തായാലും താങ്കൾ പറഞ്ഞോളൂ. കിരണ്, ഈ ഒരു കാര്യത്തിൽ എനിക്ക് വ്യക്തമായ 1-2 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന് കിരണ് ക്ഷമയോട് കേൾക്കണം. ഒന്ന്, ഞാൻ KPCC പ്രസിഡന്റിന് എന്റെ ബയോഡേറ്റ അയച്ചു കൊടുത്തതാ. അത് കഴിഞ്ഞിട്ട് എന്റെ പേര് ഈ ലിസ്റ്റിലില്ല. ഞാൻ രാഹുൽ ഗാന്ധിക്കും KPCC പ്രസിഡന്റും നമ്മുടെ KC വേണുഗോപാലിന് ഇന്നലെ ഇമെയിൽ അയച്ചു, എന്തെങ്കിലും റിപ്ലൈ വേട്ടം ചൊല്ലി. കാര്യം ഞാൻ നോക്കിയപ്പം ഈ പഴയ കുറെ മുതുക്കന്മാരെ തന്നെ വീണ്ടും ഈ ഗ്രൂപ്പിലേക്ക് എടുത്തിട്ട് അവിടുന്ന് ഇവിടുന്ന് ആൾത്തൂപ്പാളത്ത് കുറച്ച് 2-3 ചെറുപ്പക്കാരെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഈ നമ്മുടെ കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശാപം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഇലക്ഷൻ വരുമ്പോൾ ഈ മുതുക്കന്മാര്, KPCC പുനഃസംഘടിപ്പിക്കുന്ന ഈ മുതുക്കന്മാര്, ഇവർക്ക് എന്താണ് കിരൺ, ഇവർക്ക് ജനങ്ങളുമായിട്ട് എന്ത് പ്രതിബദ്ധത ഉള്ളത്? ഈ ജംബോ കമ്മിറ്റിയില് 50% ആൾക്കാർക്ക് ജനങ്ങളുമായിട്ട് യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല. ഇതൊക്കെ എന്ന് വെച്ചാൽ എന്താന്ന് വെച്ചാൽ ഇത് വെറുതെ നോമിനേറ്റഡ് അംഗങ്ങളാണ്. ഇവരെ കൊണ്ട് ഈ ഇന്റർനാഷണൽ കോൺഗ്രസിന് എന്ത് ഗുണമാണ് കേരളത്തിൽ ഉണ്ടാവാൻ പോണത്? ഈ കഴിഞ്ഞ 10 വർഷം ഇരുന്ന ഇവരെ കൊണ്ട് ഒരു അധികാരം പോലും തിരിച്ചുപിടിക്കാൻ കഴിയാൻ വയ്യാത്ത ഈ കോൺഗ്രസ് പ്രസ്ഥാനത്ത് വീണ്ടും ഈ മുതുക്കന്മാരെയും ഈ പഴയ കുപ്പിയിലെ വീണ്ടും എന്തിനാ വീണ്ടും എടുക്കുന്ന ഇവര്? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്താണ് ഇവരെ ഈ പ്രസ്ഥാനം കൊണ്ട് ഇവരെന്ത് വിചാരിക്കുന്നത്? ഇത് ഇലക്ഷനും KPCC പുനഃസംഘടനയുള്ള ഇതൊരു അഡ്ജസ്റ്റ്മെന്റ്, വേറൊരു അഡ്ജസ്റ്റ്മെന്റ് ആണ് ഇവർ കാണിക്കുന്നത്. താങ്കളുടെ അഭിപ്രായം വ്യക്തമാണ്. ശ്രീ ബാലകൃഷ്ണനാണ് വടകരയിൽ നിന്നാണ്. ശ്രീ ബാലകൃഷ്ണൻ, താങ്കൾക്ക് എന്ത് തോന്നുന്നു? ഈ ഇത്രയേറെ ആളുകളെ ഉൾക്കൊണ്ട ഒരു പട്ടിക, ഇപ്പോൾ തന്നെ ഭാരവാഹികളുടെ എണ്ണം സെഞ്ചുറി കടന്നിരിക്കുകയാണ്. അത് ഈ കോൺഗ്രസിന് ഗുണം ചെയ്യാൻ സാധ്യതയുണ്ടോ? സാർ നമസ്കാരം. നമസ്കാരം. ഈ കോൺഗ്രസിനെ സംബന്ധിച്ച് നമ്മളെ സ്റ്റേറ്റിൽ കാണുമ്പോൾ പുറം സ്റ്റേറ്റിലൊക്കെ ഇവർ തകർന്നു പോകുന്നതിന്റെ കാരണം ഇതാണ് സാർ. കാരണം ഒരു പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിക്ക് പബ്ലിക്കില് പ്രശ്നങ്ങളിൽ ഇടപെടാനല്ല അവർക്ക് സമയം. അവരുടെ നേതാക്കന്മാരെ പ്രശ്നം തീർക്കുവാനാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം നാട്ടിലെ ജനങ്ങൾക്ക് എന്ത് പ്രശ്നമുണ്ടാവോ അതിൽ ഇടപെടുകയും അത് പരിഹരിക്കുകയും പരിഹാരം